വെൽക്കം ബജ ഹോം പെയിൻസ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസ് ഷോയിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ആഴ്ച ബിഗ് ബോസ് ഷോയുടെ 10ാം ആഴ്ച. ഞാനും ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരും കാത്തിരുന്ന ബിഗ് ബോസ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച വീടിനുള്ളിൽ മണി വീക്കായിരുന്നു. അതിലൂടെ 20 ലക്ഷം രൂപയുടെ പണപ്പെട്ടി കാട്ടാക്കട കോഴി എന്ന മത്സരാർത്ഥി എടുത്തിരിക്കുകയാണ്. ആദ്യം വീടിനുള്ളിലേക്ക് ചെന്ന് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. വരൂ. എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ വീടിനുള്ളിൽ മണി വീക്കായിരുന്നല്ലോ. കാട്ടാക്കട കോഴി, കൺഗ്രാറ്റുലേഷൻസ്. 20 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയാണ് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അവരോടെല്ലാം വിട പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം. അതിനു മുമ്പ് ഒരു സത്യം നിങ്ങളോട് എനിക്ക് പറയണം. ഈ ആഴ്ചയിലെ എവിക്ഷനിലൂടെ പ്രേക്ഷക വിധി പ്രകാരം എവിക്റ്റഡ് ആയിരിക്കുന്നതും കാട്ടാക്കട കോഴി തന്നെയാണ്. അതേ കാട്ടാക്കട കോഴി ആ പണപ്പെട്ടി എടുക്കാതെ ആ വീടിനുള്ളിൽ തുടർന്നെങ്കിൽ ഇന്ന് അദ്ദേഹം വെറും കൈയോടെ ഇവിടെ നിന്നും പോകേണ്ടി വന്നേനെ. പക്ഷേ ബിഗ് ബോസ് ഷോയുടെ ഈ ചരിത്രത്തിൽ എവിക്റ്റഡായി 20 ലക്ഷം രൂപയോട് കൂടി ഈ ഷോയിൽ നിന്നും പുറത്തേക്ക് പോകുകയാണ് കാട്ടാക്കട കോഴി. അത് വലിയൊരു കാര്യം തന്നെയാണ്. ശരി, നിങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നോളൂ. അങ്ങനെ വീണ്ടും വീടിനോടും ഷോയിനോടും വിട പറഞ്ഞ് ഒരു മത്സരാർത്ഥി പുറത്തേക്ക് വരികയാണ്. ലെറ്റ്സ് വെൽക്കം കാട്ടാക്കട കോഴി. അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ് മിസ്റ്റർ കാട്ടാക്കട കോഴി. ആദ്യമായിട്ടാണ് എവിക്ഷനിലൂടെ എവിക്റ്റഡായി ഇത്രയും പണത്തോടുകൂടി ഈ ഷോയിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അതാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി. അതിനു മുമ്പ് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് സന്തോഷം. ഇത്രയും നാൾ ഈ ഷോയിൽ തുടരാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഈ ആഴ്ചയിൽ ഞാൻ പുറത്തേക്ക് പോകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് മണി വീക്കിലെ അവസാന ദിവസം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം. ഇത്രയും ദിവസം വോട്ട് ചെയ്ത് ഈ ഷോയിൽ നിർത്തിച്ച എല്ലാ പ്രേക്ഷകരോടും 1000 നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പോകാനുള്ള വഴി. പോകാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം.